ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജിപേയിൽ ഇപ്പോൾ കാണുന്ന ഒരു അപ്ഡേറ്റാണ് പോക്കറ്റ് മണി. ജിപേയിൽ കാണുന്ന ഈ പോക്കറ്റ് മണി എന്താണ്? പോക്കറ്റ് മണി ഒരു സ്കാം ആണോ? പോക്കറ്റ് മണി എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് ഈ വീഡിയോ നമുക്ക് ഡീറ്റെയിലായി നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്ന മുമ്പായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജിപേയിൽ അപ്ഡേറ്റ് ആയ ഒരു പുതിയ ഫീച്ചറാണ് പോക്കറ്റ് മണി. പോക്കറ്റ് മണി പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടി പാരൻസ് ജിപേയിലൂടെ പണം നൽകാൻ ഹെൽപ്പാവുന്ന ഒരു ഫീച്ചറാണ്. കുട്ടികൾക്ക് ആവശ്യമായ തുക നമുക്ക് ജിപേയിലൂടെ നൽകാൻ സാധിക്കും. കുട്ടികൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും പാരൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്ന് കുട്ടികൾ എത്ര രൂപ ചെലവാക്കുന്നു എന്നും പാരൻസിന് അറിയാൻ സാധിക്കുന്നു. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ജിപേ ഓപ്പൺ ചെയ്ത് അതിൽ കാണുന്ന പോക്കറ്റ് മണി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ കാണുന്ന സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ കോൺടാക്റ്റ് ഓപ്പൺ ആകും. ഇതിൽ നിന്നും പോക്കറ്റ് മണി നൽകേണ്ട വ്യക്തിയുടെ കോൺടാക്റ്റ് നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് പോക്കറ്റ് മണി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എത്ര രൂപയാണ് സെൻഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് ക്യാഷ് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം എത്ര രൂപയാണ് ചിലവാക്കേണ്ടത് അതിൻ്റെ ലിമിറ്റ് നമുക്ക് നിശ്ചയിക്കാനും സാധിക്കും. ഇനി നമ്മൾ പോക്കറ്റ് മണി നൽകിയ വ്യക്തിയുടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമ്മുടെ ജിപേയിൽ അറിയാൻ സാധിക്കുന്നതാണ്. സോ ജിപേയിലെ പോക്കറ്റ് മണിയുടെ യൂസ് ഇതാണ്. ഇത് തികച്ചും ഒരു സ്കാം അല്ല, കുട്ടികൾക്കായിട്ട് ജിപേയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജിപേയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റായ പോക്കറ്റ് മണിയെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.